بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. السلام عليكم. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അൽ-ഉസൂലു സലാസ എന്ന തൻ്റെ റിസാലയിൽ രണ്ടാമത്തെ അടിസ്ഥാനമായി വിശദീകരിച്ചത് മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, ദീനുൽ ഇസ്ലാമിനെ തെളിവുകൾ സഹിതം അറിയുക എന്ന കാര്യമാണ്. അതിനുശേഷം ഇസ്ലാമിന്റെ നിർവചനം തഅരീഫ് അദ്ദേഹം വിശദീകരിച്ചു. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽഇൻഖിയാദു ലഹു ബിത്താഅ വൽബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലി. ഇസ്ലാം എന്നാൽ തൗഹീദ് കൊണ്ട് അല്ലാഹുവിന് കീഴൊതുങ്ങുകയും അനുസരണം കൊണ്ട് അല്ലാഹുവിന് വിധേയത്വം കാണിക്കുകയും ഷിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ്. എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിന്റെ 3 പദവികൾ, 3 മർത്തബകൾ വിശദീകരിച്ചു. ഏതൊക്കെയാണത്? അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. ഇസ്ലാമും ഈമാനും ഇഹ്സാനുമാകുന്നു. വകുല്ലു മർത്തബത്തിൻ ലഹ അർക്കാനുൻ. ഈ ഓരോ മർത്തബകൾക്കും, ഈ ഓരോ പദവികൾക്കും അത് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള റുക്നുകളുണ്ട്, തൂണുകളുണ്ട്. ഒന്നാമത്തെ മർത്തബ ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ റുക്നുകൾ, തൂണുകൾ ഏതൊക്കെയാണ്? 5 ഇസ്ലാം കാര്യങ്ങളാണ്. അതാണ് ശേഷം ഷേഖ് വിശദീകരിക്കുന്നത്. ഫഅർക്കാനുൽ ഇസ്ലാമി ഖംസത്തുൻ. ഇസ്ലാമിന്റെ തൂണുകൾ, സ്തംഭങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാകുന്നു. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമത്തെ കാര്യം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയാണ്. ഇതാണ് ഇസ്ലാമിന്റെ തൂണുകളിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് വ ഇഖാമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തലാണ്. മൂന്നാമത്തേത് വ ഈതാഉസ് സക്കാ, സക്കാത്ത് നിർവഹിക്കലാണ്. നാലാമത്തേത് വ സൗമു റമദാൻ, റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കലാണ്. അഞ്ചാമത്തെ കാര്യം വ ഹജ്ജു ബൈത്തില്ലാഹിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ പോയി, കഅബയിൽ പോയി ഹജ്ജ് ചെയ്യലാണ്. ശേഷം ഈ ഓരോ കാര്യങ്ങൾക്കും, ഇസ്ലാം കാര്യങ്ങളിൽ ഓരോന്നിനും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് തെളിവ് കൊണ്ടുവരികയാണ്. മത്തിന് കയ്യിലുള്ളവർ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്തായാലും ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലിമയാണ്. ഫദലീലു ഷഹാദത്തി, ഷഹാദത്ത് കലിമക്കുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാകുന്നു. സൂറത്ത് ആല ഇംറാനിലെ 18-ാമത്തെ ആയത്ത്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. അല്ലാഹു പറഞ്ഞു, അല്ലാഹു സാക്ഷിയാണ്. ഷഹിദല്ലാഹ്, അല്ലാഹു സാക്ഷിയാകുന്നു. എന്തിന്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല എന്നതിന്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാമത്തെ സാക്ഷിയാരാണ്? അല്ലാഹു ആണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ, ഖുർആനിലൂടെ, കിതാബുകളിലൂടെ, പ്രപഞ്ചത്തിലൂടെ, അവന്റെ സൃഷ്ടിപ്പിലൂടെ അവന്റെ ആയാത്തുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് വിവരിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്നതിനുള്ള തെളിവുകൾ നമുക്ക് അല്ലാഹു വ്യക്തമായി, സ്പഷ്ടമായി നമുക്ക് അറിയിച്ചു തന്നു. അതിന് അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്നതിന് അവൻ സാക്ഷിയാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളും, സൃഷ്ടികളിൽ നിന്ന് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തെറ്റും ചെയ്യാത്ത, അവൻ കൽപ്പിച്ചത് ഉടനടി പ്രവർത്തിക്കുന്ന മലക്കുകളെ അവൻ പരാമർശിച്ചു. അല്ലാഹുവോടൊപ്പം മലക്കുകളും അവൻ മാത്രമാണ് ഇലാഹ് എന്നതിന് സാക്ഷിയാണ്. എന്നിട്ട് മനുഷ്യരിൽ നിന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം എണ്ണിയത് ഉലുൽ ഇൽം, ഇൽമുള്ളവരെയാണ്, അറിവുള്ളവരെയാണ്. അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിവുള്ളവരും. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വേറെ ആരെയും എണ്ണിയില്ല. അവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തിന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക്, തൗഹീദിന് സാക്ഷികളാണ്. ഖായിമൻ ബിൽ ഖിസ്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നീതിയിൽ നിലകൊള്ളുന്നവനാണ്, അവൻ നീതിയുള്ളവനാണ്, അവൻ അനീതി പ്രവർത്തിക്കുകയില്ല. വീണ്ടും ലാ ഇലാഹ ഇല്ലാഹു എന്നത് ആവർത്തിച്ചു. അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ, അവൻ മാത്രമാണ് ഇലാഹ്. അൽ അസീസുൽ ഹക്കീം, അവൻ അങ്ങേയറ്റം പ്രതാപമുള്ളവനും എല്ലാ യുക്തിയുമുള്ളവനുമാണ്. അവൻ യുക്തിമാനും യുക്തിസമ്പൂർണനും സർവപ്രതാപവുമുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ ഇതാണ് ഷഹാദത്ത് കലിമക്കുള്ള തെളിവ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമക്ക് ഷെയ്ഖ് ഈ ആയത്തിൽ നിന്ന് തെളിവ് പിടിക്കുകയാണ്. വമഅനാഹ, എന്നിട്ട് ആ ഷഹാദത്ത് കലിമയുടെ അർത്ഥം വിശദീകരിക്കുക. വമഅനാഹ എന്ന് പറഞ്ഞാൽ മഅന ഷഹാദ, ഷഹാദത്ത് കലിമയുടെ അർത്ഥം, ആശയം, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്തിനർഹൻ ന്യായമായും അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം, അതിന്റെ ആശയം, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഒരു ബിഹഖ്ഖിൻ എന്ന വാചകം അവിടെ നമ്മൾ ഉറപ്പായും പറയണം. ആ ഹക്കില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം പൂർത്തിയാവില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് പകരം ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റുമോ ബിഹഖില്ലാതെ? അല്ലെങ്കിൽ ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റുമോ? ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ, ന്യായമായും ഇബാദത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഈ ഹക്കില്ലെങ്കിൽ, ഹക്കില്ലാതെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒഴികെ ആരാധ്യന്മാരില്ല ഉണ്ടല്ലോ. അള്ളാഹുവിന് പുറമെ ആളുകൾ എത്ര ആരാധ്യന്മാരെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പൊ അത് കളവായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ന്യായമായ ആരാധ്യൻ. ഹക്കായും അള്ളാഹു മാത്രമാണ് ആരാധ്യൻ. പക്ഷേ അന്യായമായി, ഹക്കല്ലാതെ അള്ളാഹുവിന് പുറമെ ആളുകൾ ആരാധ്യന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ന്യായമായും ഹക്കായും ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ്. പക്ഷെ അന്യായമായി, ഹക്കല്ലാതെ ആളുകൾ പലരെയും ഇബാദത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിഹഖിൻ എന്നത് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥത്തിൽ പണ്ഡിതന്മാർ ഉറപ്പായും പറയണമെന്ന് നമ്മെ അറിയിച്ചതാണ്. ലാ ഇലാഹ, ലാ ഇലാഹ ഇല്ലല്ലയിലെ ആദ്യ ഭാഗം ലാ ഇലാഹ എന്നതാണ്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലയിൽ അടങ്ങിയിട്ടുള്ള ഒരു തൂൺ, ഒരു റുക്ൻ നിലകൊള്ളുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് പലതവണ. രണ്ട് തൂണുകളുണ്ട്, രണ്ട് റുക്നുകളുണ്ട്. ഒന്നാമത്തെ റുക്ന് ലാ ഇലാഹ എന്ന ലാ ഇലാഹ ഇല്ലല്ലയുടെ ആദ്യ ഭാഗത്തിലുള്ള അന്നഫ്യു, നിരാകരണത്തിന്റെ, നിഷേധത്തിന്റെ തൂണാണ്. എന്തിനാണ് നമ്മൾ നിഷേധിക്കുന്നത്? ലാ ഇലാഹയിൽ നാഫിയൻ ജമീഅ മാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, സലാം, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വതിനെയും, ജീവനുള്ളതാകട്ടെ ജീവനില്ലാത്തതാകട്ടെ, മനുഷ്യനാകട്ടെ നിർജീവമായ വസ്തുക്കളാകട്ടെ, അമ്പിയാക്കളാകട്ടെ മലക്കുകളാകട്ടെ ജിന്നാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം നിഷേധിക്കുന്നു. അതാണ് ലാ ഇലാഹ. ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, ഇബാദത്ത് അല്ലാഹുവിന് മാത്രം സ്ഥിരീകരിക്കുന്നു. അതാണ് രണ്ടാമത്തെ തൂൺ. അൽ ഇസ്ബാത്ത് എന്നാണ് അതിന് പറയുക. അല്ലാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരെയും ആരാധ്യ വസ്തുക്കളെയും നിഷേധിക്കുന്നു, അന്നഫ്യു. എന്നിട്ട് ഇബാദത്ത് അല്ലാഹുവിന് മാത്രം സ്ഥിരീകരിക്കുന്നു, അൽ ഇസ്ബാത്തു എന്ന് പറഞ്ഞാൽ, ശൈഖ് അവിടെ വിശദീകരിക്കുന്നു, ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ബിതൻ അൽ ഇബാദത ലില്ലാഹി വഹ്ദഹു, ഇബാദത്ത് അല്ലാഹുവിന് മാത്രമായി സ്ഥിരീകരിക്കുന്നു. ലാ ശരീക ലഹു ഫി ഇബാദതി, അല്ലാഹുവിന് അവനുള്ള ഇബാദത്തിൽ യാതൊരു പങ്കാളികളുമില്ല. കമാ അന്നഹു ലാ ശരീക ലഹു ഫി മുൽക്കി, അല്ലാഹുവിന് അവന്റെ അധികാരത്തിൽ, അവന്റെ ആധിപത്യത്തിൽ പങ്കാളിത്തം ഇല്ലാത്തതുപോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം, സൃഷ്ടികളിൽ അധിക പേരും അല്ലാഹുവാണ് സൃഷ്ടാവ്, അവനാണ് എല്ലാറ്റിനും അധികാരമുള്ളവൻ, അവനാണ് ശിക്ഷിക്കുന്നവൻ, അവനാണ് സർവ്വതിനെയും പടച്ചവൻ, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിന്റെ റുബൂബിയത്ത് എല്ലാവരും അംഗീകരിക്കും. ശരി,
അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് അധികാരം, അവന് മാത്രമാണ് റുബൂബിയത്തിന് അർഹതയുള്ളത് എന്ന് അംഗീകരിക്കുന്നത് പോലെ, കമാ അന്നഹു ലാ ശരീക ലഹു ഫി മുൽക്കി, അവന്റെ അധികാരത്തിലും ആധിപത്യത്തിലും അവന്റെ സൃഷ്ടിപ്പിലും ഒന്നും പങ്കാളികളില്ല എന്നതുപോലെ അതിന്റെ താല്പര്യമാണ്, അതിന്റെ അനുബന്ധമാണ് ലാ ശരീക ലഹു ഫി ഇബാദത്തി, ഇബാദത്തിലും അല്ലാഹുവിന് യാതൊരു പങ്കാളികളുമില്ല എന്നത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥവും അതിലടങ്ങിയിട്ടുള്ള രണ്ട് തൂണുകളും, അന്നഫ്യു വൽ ഇസ്ബാത്ത്, നിഷേധത്തിന്റെയും സ്ഥിരീകരണത്തിന്റെയും രണ്ട് സ്തംഭങ്ങൾ. എന്നിട്ട് ശൈഖ് പറയുന്നു തഫ്സീറുഹ, ഇതിന്റെ വിശദീകരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥമാണ് ഇപ്പോൾ ശൈഖ് പറഞ്ഞത്. ഇനി അതിന്റെ വിശദീകരണം, അല്ലദീ യുവദ്ദിഹുഹാ ഖൗലുഹു തആല, അത് അല്ലാഹു തന്നെ അവന്റെ കലാമിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഫ്സീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ കലിമത്തു ഷഹാദയുടെ വിശദീകരണം, തഫ്സീർ അല്ലാഹു തന്നെ ശൈഖ് നേരത്തെ വിശദീകരിച്ചു. ഇനി അത് റബ്ബ് തന്നെ അവന്റെ കലാമിലൂടെ ഖുർആനിലൂടെ യുവദ്ദിഹുഹാ, അത് വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകളിലൂടെ സൂറത്തു സുഖ്റുഫിലെ 26-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോടും സമൂഹത്തിനോടും പറയുന്നതായി അല്ലാഹു പറഞ്ഞു, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോടും തന്റെ സമൂഹത്തോടും പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. എന്താണ് പറഞ്ഞത്? ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, ഞാൻ നിങ്ങൾ ആരാധിക്കുന്നവയിൽ നിന്നെല്ലാം ഒഴിവായവനാണ്. എനിക്ക് നിങ്ങളുടെ ആരാധ്യന്മാരുമായോ ആരാധ്യ വസ്തുക്കളുമായോ യാതൊരു ബന്ധവുമില്ല. ഇതേതിന്റെ അർത്ഥാണ്? ഇതേതിന്റെ വിശദീകരണമാണ്? ലാ ഇലാഹ, ഒരു ഇലാഹുല്ല. ലാ ഇലാഹ ഇല്ലല്ലയിലെ ആദ്യത്തെ റുക്ൻ അതിന്റെ വിശദീകരണമാണ്. ഒരു ഇലാഹുമില്ല, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സർവ്വതിനെ നിഷേധിക്കുന്നു. അതാണ് ഇബ്രാഹിം നബിയുടെ വാക്ക്, ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്നവരിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല, ഞാൻ നിഷേധിക്കുന്നു. ലാ ഇലാഹ, അതിന്റെ വിശദീകരണമാണിത്. ഇനി ആരുമായിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ബന്ധം? ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിനോട് മാത്രമാണ് എന്റെ ബന്ധം. ഫഇന്നഹു സയഹ്ദീൻ, അവൻ എനിക്ക് ഹിദായത്ത് നൽകുന്നു, അവൻ എനിക്ക് വഴി കാണിക്കുന്നു. ഇല്ലല്ലാഹ് എന്നതിന്റെ വിശദീകരണമാണത്. അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തുകളെല്ലാം നിഷേധിച്ചു. ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് സ്ഥിരീകരിച്ചു. അതാണ് ഇബ്രാഹിം നബിയുടെയും വാക്ക്, ഇല്ലല്ലദീ ഫതറനി ഫഇന്നഹു സയഹ്ദീൻ, എനിക്ക് എന്നെ സൃഷ്ടിച്ചവനായ, എനിക്ക് മാർഗദർശനം നൽകുന്ന, എന്നെ വഴികാട്ടുന്നവനായ റബ്ബിലേക്ക് മാത്രമാണ് എന്റെ ബന്ധം. ആരാധനകളും ഇബാദത്തുകളും മുഴുവൻ ഞാൻ അവന് മാത്രമാണ് സമർപ്പിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വജഅലഹാ കലിമതൻ ബാഖിയതൻ ഫി അഖിബിഹി ലഅല്ലഹും യർജിഊൻ. ഇബ്രാഹിം നബി ഈ വാക്ക്, ഏത് വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, ആ വാക്കിനെ തനിക്കു പിന്നിൽ വരുന്ന തന്റെ അനുയായികൾക്ക് ലഅല്ലഹും യർജിഊൻ, അവർക്ക് മടങ്ങാൻ വേണ്ടി, അവർക്ക് ആദർശമായി, ദീനായി, അവരുടെ ആചാരമായി, അനുഷ്ഠാനമായി, വിശ്വാസമായി അവർക്ക് മടങ്ങാൻ ഇബ്രാഹിം നബി ആ വാക്കിനെ തന്റെ പിൽക്കാലക്കാർക്ക് വേണ്ടി ഉപേക്ഷിച്ചു, നിലനിർത്തി. വജഅലഹാ കലിമതൻ ബാഖിയ, എന്നും നിലനിൽക്കുന്ന ഒരു വാക്കായി ഇബ്രാഹിം നബി ആ വാക്കിനെ നിലനിർത്തി. അത് ഇന്നും നിലനിൽക്കുന്നു. ഇന്ന് മുസ്ലിമീങ്ങൾ ആ തൗഹീദ് കലിമത്തു ഷഹാദ അംഗീകരിക്കുന്നു. അതനുസരിച്ച് ജീവിക്കുന്നവർ വളരെ തുച്ഛമാണെങ്കിലും ഖിയാമത്ത് നാൾ വരെ അത് അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നും നിലനിൽക്കും. ഇബ്രാഹിം നബിയുടെ ആ പ്രഖ്യാപനം ഇന്നും നിലനിൽക്കുന്നു. അള്ളാഹു പറഞ്ഞതുപോലെ സൂറത്ത് സുഖ്റുഫിൽ ആയത്തുകളാണിത്. അപ്പൊ ഈ ആയത്തുകൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്താണ്, അതിന്റെ ആശയം എന്താണ് എന്നതിനുള്ള വിശദീകരണമാണ്. ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ ആക്ഷേപിക്കുന്ന, അദ്ദേഹത്തിന്റെ ദഅവത്തിനെ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ, അദ്ദേഹം ഈ ഉമ്മത്തിന് നൽകിയ വൈജ്ഞാനികമായ സംഭാവനകളെ തീവ്രവാദമെന്നും ഭീകരവാദമെന്നും രാജ്യദ്രോഹമെന്നും അതുപോലെ തന്നെ ഇസ്ലാമിന് നിരക്കാത്ത സന്ദേശങ്ങളാണെന്നൊക്കെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അവരിതൊന്നും ഒരു ആവർത്തിയെങ്കിലും വായിച്ചു നോക്കണം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബുകൾ ഒരു തവണയെങ്കിലും അവർ മറിച്ചു നോക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇബ്നു അബ്ദുൽ വഹാബിനെയും അദ്ദേഹത്തിന്റെ ദഅവത്തിനെയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെയും പഴിക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ, അദ്ദേഹത്തെ കാഫിർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊന്നും തുറന്നു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. ഉറപ്പാണത്.
നോക്കൂ നിങ്ങൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ സാമാന്യം ചെറിയ റിസാല, ഖബറിലെ 3 ചോദ്യങ്ങൾ, അള്ളാഹു ആരാണ്, റസൂൽ ആരാണ്, ദീൻ ഏതാണ് എന്ന് വിശദീകരിക്കുന്ന റിസാലയാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വാചകങ്ങളും അദ്ദേഹം കൊണ്ടുവരുമ്പോൾ അതിന് തെളിവായി ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും അദില്ലത്തുകൾ അദ്ദേഹം സ്ഥാപിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ, അദ്ദേഹത്തെ വായിക്കേണ്ടതുപോലെ വായിച്ചാൽ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കപ്പെടേണ്ടതുപോലെ പഠിപ്പിക്കപ്പെട്ടാൽ, ഒരാവർത്തിയെങ്കിലും അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ചൊരിയുന്നവർ അത് വായിച്ചാൽ യാഥാർത്ഥ്യം മനസ്സിലാവും. ഇവിടെ നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലയിൽ 2 റുക്നുകൾ അടങ്ങിയിട്ടുണ്ട്, അന്നഫി വൽ ഇസ്ബാത്ത്. ഒരു പക്ഷേ ഇത് കേൾക്കാത്ത ആളുകൾക്ക് ഇത് ഇബ്നു അബ്ദുൽ വഹാബ് പടച്ചുണ്ടാക്കിയ ഒരു പുതിയ ആശയമാണ്. ലാ ഇലാഹ ഇല്ലല്ലയിൽ 2 റുക്നുകളോ, നിഷേധത്തിന്റെ സ്ഥിരീകരണത്തിന്റെ 2 സ്തംഭങ്ങളോ, എന്താണിത്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ ദീനാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കളിയാക്കും, ഇത് വഹാബിയത്താണ്. പക്ഷെ നോക്കൂ നിങ്ങൾ, ഉടനടി അദ്ദേഹം ഈ വിശദീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലയുടെ വിശദീകരണം അല്ലദീ യുവദ്ദിഹുഹാ ഖൗലുഹു തആല, അല്ലാഹുവിന്റെ കലാമിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇബ്രാഹിം നബിയുടെ വാക്കുകളായി സൂറത്ത് സുഖ്റഫിൽ നമ്മൾ സൂചിപ്പിച്ച ആയത്തുകൾ കൊണ്ടുവരുന്നത്. എത്ര വ്യക്തമാണ്, എത്ര ആപ്റ്റാണ് ആയത്തുകൾ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന്. കിതാബും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത സ്വഹാബത്തും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതുപോലെ, അതിലേക്ക് ആളുകളെ ക്ഷണിച്ചതുപോലെയാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അപ്പൊ സൂറത്ത് സുഖ്റഫിൽ ആയത്ത് അദ്ദേഹം തെളിവായി കൊണ്ടുവന്നു. തീർന്നോ? ഇല്ല. ഇനി സൂറത്ത് ആൽ ഇംറാനിലെ 64-ാമത്തെ ആയത്തും അദ്ദേഹം അതിനുള്ള തെളിവായിട്ട് കൊണ്ടുവരാണ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ തഫ്സീർ വിശദീകരിക്കാൻ. ഏതാണ് ആയത്ത്? നബിയോട് പറയാൻ വേണ്ടി അള്ളാഹു പറയാണ് സൂറത്ത് ആൽ ഇംറാനിലെ 64-ാമത്തെ ആയത്ത്. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും. ഓ വേദക്കാരെ, കിതാബ് നൽകപ്പെട്ടവരെ, തൗറാത്തിന്റെയും ഇൻജീലിന്റെയും വക്താക്കളായ ജൂത നസാറാക്കളെ, അവരോട് പറയുക നബിയെ, തആലൂ, നിങ്ങൾ വരണം, നിങ്ങളെ ഇതാ ഞങ്ങൾ ക്ഷണിക്കുന്നു, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, ഞങ്ങളെയും നിങ്ങളെയും തുല്യരാക്കുന്ന, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമവായമുണ്ടാക്കുന്ന, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ഐക്യമുണ്ടാക്കാൻ സാധിക്കുന്ന മഹത്തായൊരു വാക്കിലേക്ക് നിങ്ങൾ വരിക. എന്താണ് ആ വാക്ക്? ഏത് മതക്കാരോടും ഏതാദർശക്കാരോടും മുസ്ലിം ഉമ്മത്തിനെ കാലത്തും പറയാനുള്ള ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന സന്ദേശമാണിത്. അവരെയും നമ്മളെയും ഐക്യപ്പെടുത്തുന്നത് ഈ ഒരേ ഒരു വിഷയത്തിലാണ്. ഇതിലാണ് മതസൗഹാർദ്ദം ഉണ്ടാകുക, ഇതിലാണ് ആളുകൾ തമ്മിൽ ഐക്യപ്പെടുക, മൈത്രി ഉണ്ടാകുക. ഈ ആദർശത്തിൽ മാത്രം. ഏതാണ് ആദർശം? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. വലാ നുശ്രിക ബിഹി ഷൈഅ, അവനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. നിങ്ങൾ തൗഹീദിലേക്ക് വരണം, നിങ്ങൾ ശിർക്ക് ഒഴിവാക്കണം. എന്നാൽ നമുക്ക് ഇരുകൂട്ടർക്കും ഒന്നിക്കാം. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമവായമുണ്ടാക്കുന്ന വാചകം അതാണ്, ഒരേ ഒരു വാക്കതാണ്. വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ പരസ്പരം അർബാബുകളെ സ്വീകരിക്കരുത്. അല്ലാഹു അല്ലാത്ത ആരാധ്യന്മാരെ, രക്ഷാധികാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ നിങ്ങൾ സ്വീകരിക്കരുത്. ഫഇൻ തവല്ലൗ ഫഖൂലു അശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ, ഇതാണ് അവരോട് പറയേണ്ടത് നബിയെ. തൗഹീദിലേക്ക് ശിർക്ക് വെടിഞ്ഞ് അല്ലാഹുവിന് പുറമെയുള്ള അർബാബുകളെ വെടിഞ്ഞ് നിങ്ങൾ ശരിയായ ഇസ്ലാമിലേക്ക് വരണം എന്നാണ് അവരോട് പറയേണ്ടത്. അതാണ് നിങ്ങളെയും അവരെയും ഒന്നാക്കുന്ന വാചകം. ഇനി അവർ പിന്തിരിയുകയാണെങ്കിൽ അവരറിയിക്കേണ്ടത് അറിയിച്ചു. ഫഖൂലു, പറയുക നബിയെ, നിങ്ങൾ അവരോട് പറയുക, ഇശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹുവിന് മാത്രം കീഴൊതുങ്ങുന്ന തൗഹീദുള്ള ശരിയായ മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുള്ള. നിങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നതിന്, തൗഹീദുള്ളവരാണ് എന്നതിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക എന്നവരോട് പ്രഖ്യാപിക്കുക നബിയെ എന്ന് നബിയോട് അള്ളാഹു പറയാണ്. അപ്പൊ ഇവിടെയും ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിശദീകരണമുണ്ട്. ഏത് മതക്കാരോട് നമുക്ക് പറയാൻ പറ്റുന്ന തൗഹീദിന്റെ സന്ദേശം എന്താണ്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വലാ നുശ്രിക ബിഹി ഷൈഅ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന അർബാബുകളെയും ശിർക്കിനെയും നിങ്ങൾ ഒഴിവാക്കണം. നഫീം ഇസ്ബാത്തോടെ വന്നില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹുടെ വിശദീകരണം ഈ ആയത്തിലില്ലേ? ശൈഖ് വീണ്ടും സൂറത്ത് ആൽ ഇംറാൻ തെളിവ് കൊണ്ടുവരികയാണ്. അപ്പൊ ഇതാണ് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ ഷഹാദത്ത് കലിമയുടെ ആദ്യ വാചകം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് തെളിവായി ശൈഖ് കൊണ്ടുവരുന്ന
സുപ്രധാനമായ ആയത്തുകൾ. ഇനി ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗം എന്താണ്? ദലീലു ഷഹാദത്തി അന്ന മുഹമ്മദർ റസൂലുള്ള, മുഹമ്മദുർ റസൂലുള്ള എന്നതാണ്. അതിന് ശേഖ് ഇവിടെ തെളിവ് കൊണ്ടുവരുന്നത് സൂറത്ത് തൗബയിലെ 128 ആയത്താണ്. സൂറത്ത് തൗബയിലെ 128 ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ ഇതാ വന്നെത്തിയിരിക്കുന്നു. അവിടെ ലഖദ് എന്ന പ്രയോഗത്തിൽ 3 തരത്തിലുള്ള ഭാഷാപരമായ അറബി ഭാഷാ വ്യാകരണ നിയമം പരിഗണിച്ചാൽ 3 രൂപത്തിലുള്ള തഅക്കീദാത്തുകൾ എന്ന് പറഞ്ഞാൽ ഉറപ്പ്, ഒരു കാര്യം സ്ഥിരീകരിക്കുന്ന, അരക്കെട്ടുറപ്പിക്കുന്ന 3 രൂപത്തിലുള്ള ഭാഷാ നിയമങ്ങൾ അവിടെ ഉൾക്കൊള്ളുന്നുണ്ട് ലഖദ് എന്ന പ്രയോഗത്തിൽ. അവിടുത്തെ ലാം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ച് സത്യം ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ അത് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ലാമാണ്. അതുപോലെ തന്നെ ഖദ് എന്ന പ്രയോഗം, ആ ഖദ് എന്നതിന് ശേഷം വന്നിട്ടുള്ളത് അറബി ഭാഷയിലെ പാസ്റ്റ് ടെൻസ് ആണ്, മാദിയായ ഫിഅലാണ്, ഭൂതകാല ക്രിയയാണ്. ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്, കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഒരു കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിക്ക് മുമ്പ് ഖദ് എന്ന് പറഞ്ഞാൽ അതെന്തായാലും നടന്നിരിക്കും, തീർച്ചയാണ്. സൂറത്തുൽ മുജാദലയിലെ തുടക്കത്തിൽ അള്ളാഹു എന്താ പറഞ്ഞു? ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ, തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ നബിയെ താങ്കളോട് പരാതി ബോധിപ്പിച്ച സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞില്ലേ, റസൂലുള്ളാഹിനോട് ആ സ്ത്രീ പറയുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ ഞാനുണ്ട്, ആ സ്ത്രീ പറയുന്നത് എന്താണെന്ന് ഞാൻ കേട്ടിട്ടില്ല. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് കേട്ടു, ആ വാക്ക് കേട്ടു. ലഖദ് സമയ, അള്ളാഹു കേട്ടിട്ടുണ്ട്, ഉറപ്പാണ്. അവൻ കേട്ടിട്ട് തന്നെയുണ്ട്, അവൻ ഉറപ്പായും കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ കട്ടായം പറയുന്ന പ്രയോഗമാണ്. അപ്പൊ മാദിയായ ഫിഅലിന് മുമ്പ് ഖദ് എന്ന് പറഞ്ഞാൽ ലഖദ് ജാഅകും, നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് തന്നെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം അനിഷേധ്യമാണ്, ഉറപ്പാണ്, തീർച്ചയാണ്. റസൂലു മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂൽ. എന്താണ് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂൽ എന്ന് പറഞ്ഞാൽ? അറബികളിൽ നിന്ന് തന്നെയാണ്. അവർക്കറിയുന്ന, തറവാട് അറിയാവുന്ന, പേരറിയാവുന്ന, വിശ്വാസ്യത അറിയാവുന്ന, വിശേഷണങ്ങൾ അറിയാവുന്ന, അവർക്കിടയിൽ അല്ലമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഖുറൈശി തറവാട്ടിൽപ്പെട്ട നബിയായി, അവരിൽ നിന്നുള്ള അറബിയായ നബിയായി നിങ്ങളിലേക്ക് ഇതാ ഒരു റസൂൽ വന്നിട്ടുണ്ട്, ഉറപ്പാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, എന്താണ് ആ റസൂലിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്ത റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനിൽ ഒരു പ്രയാസവും അവിടുന്ന് നമ്മെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ വഹീനാൽ നമ്മെ അറിയിച്ച സർവ്വ കാര്യങ്ങളും നമുക്ക് നന്മ മാത്രമാണ്. ഒരുപക്ഷെ ആപേക്ഷികമായി നമുക്കത് പ്രയാസമുള്ളതായി തോന്നിയാലും ആത്യന്തികമായി അത് നന്മ മാത്രമാണ്. ഏത് നന്മയാണ് ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാതെ പോയത്? നോക്കൂ നിങ്ങൾ, ചില ദീനിൽ, ഇസ്ലാമിന് പുറത്തുള്ള മറ്റു മതങ്ങളിൽ വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ള വലിയ ആരാധനയാണ്. കന്യാസ്ത്രീത്വം പേറുക, ബ്രഹ്മചര്യം പേറുക, വിവാഹം കഴിക്കാതെ എങ്ങനെ ഏകാന്ത പതികനായി കാലം തള്ളി നീക്കുക, പ്രകൃതി നിയമത്തിനെതിരെ, മനുഷ്യന്റെ പ്രകൃതിക്കെതിരെ ഇല്ലാത്ത ഭാരം വഹിച്ച് സ്വന്തം ജീവിതം, സ്വന്തം സ്വത്വത്തെ സങ്കുചിതമാക്കുക, മനുഷ്യന് താങ്ങാൻ കഴിയാത്തത് അങ്ങനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള അവരെ ദീനിലെ ഇഹ്സാന്റെ പദവി, ടോപ്പ് ലെവല്, ടോപ്പ് ദർജ. മനുഷ്യനൊരിക്കലും കഴിയില്ല അത്. അള്ളാഹുവിന്റെ ദീൻ നമുക്ക് വിവാഹം ഹലാലാക്കി, നിയമമാക്കി. ഇത് അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു നിയമമാക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വേറൊരു ദീനിലും ഒരു രംഗത്തും ഇത്രയും കണിശവും കൃത്യവും സൂക്ഷ്മമായ അധ്യാപനം വേറെ രംഗത്തുള്ളത്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആക്ഷേപിക്കുന്ന വിഷയമാണ് ബഹുഭാര്യത്വം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തീരെ ദഹിക്കാതെ പോകുന്ന വിഷയമാണ്. ആ ബഹുഭാര്യത്വത്തിൽ വരെ എത്രമാത്രം നന്മകളാണുള്ളത് നോക്കൂ നിങ്ങൾ. മറ്റു മതങ്ങളിൽ ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ, അവരെ കുറിച്ച് എന്താ പറയാം? അവളങ്ങ് ക്ഷമിക്കട്ടെ, അവളങ്ങ് സഹിക്കട്ടെ, അവളുടെ വിധി, ആ വിധിയും കാത്ത് കാലാകാലം മരണം വരെ അങ്ങനെ. കുട്ടികളുണ്ടെങ്കിൽ പറക്കമുറ്റാത്ത കുട്ടികൾ, എന്താണ് അതിന്? അവൾക്ക് നൽകേണ്ടുന്ന മുൻപുള്ള ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഹക്ക് പൂർണ്ണമായും, അവളുടെ മക്കൾക്ക് കിട്ടേണ്ട ഹക്ക് പൂർണ്ണമായും
അവൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഭൗതികമായ സുഖങ്ങൾ പൂർണ്ണമായും അനുവദിച്ചു കൊടുക്കുന്ന ഒരു ബദൽ പരിഹാരം മറ്റേത് പ്രത്യയശാസ്ത്രങ്ങളിലാണുള്ളത്? ഇസ്ലാമിലെ ബഹുഭാരിത്വത്തിലല്ലാതെ. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ, ഇവിടുത്തെ പുരുഷന്മാരുടെ മഹാവിശാലമായ മനസ്കത, ആദ്യമായി വിവാഹം കഴിക്കുന്ന ഒരു പുരുഷൻ ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ വിധവയായ ഒരു സ്ത്രീയെ, കുട്ടികളുടെ സ്ത്രീയെ ഏറ്റെടുക്കോ? ആദ്യമായി അവരാരെങ്കിലും വിവാഹം കഴിക്കോ? ഇസ്ലാമിലെ ബഹുഭാരിത്വത്തിലല്ലാതെ അതിന് പരിഹാരം ഓതുന്ന മറ്റേത് സന്ദേശമാണുള്ളത്? ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടാകില്ല, സ്ത്രീകൾ ഉണ്ടാകുകയില്ലേ? അവിടെ പരിഹാരം എന്ത് എന്ന് അറിയിക്കുന്നതാണ് ഇസ്ലാമിലെ ബഹുഭാരിത്വം. അത് കഴിയുന്നവർ ചെയ്താൽ മതി, കൂട്ടിയാ പറ്റുന്നവരാ പണിയെടുത്താൽ മതി, എല്ലാവരും ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നീതി പാലിക്കാൻ കഴിയുന്ന, അത് പഠിച്ചു നടപ്പിലാക്കാൻ സാധിക്കുന്നവർ ചെയ്താൽ മതി. പക്ഷേ അതിലെ യുക്തിയും അതിലെ നന്മയും അത് സ്ത്രീകളെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളെ സംരക്ഷിക്കാനാണ്. ഭർത്താവ് ചെറുപ്രായത്തിൽ മരണപ്പെട്ടാൽ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി നിസ്സഹായത സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മറ്റുള്ളവരെ ആശ്രയിക്കാതെ. അകാരണമായി വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ എന്താണ് നിങ്ങൾക്ക് ഭൗതികമായി അനുഭവിക്കേണ്ട അവകാശങ്ങളും സുഖങ്ങളും അനുഭവിക്കുക? പിന്നെ എന്താണ് പരിഹാരം? ഇസ്ലാമിലെ ബഹുഭാരിത്വത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടിയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഏതെങ്കിലും സ്ത്രീകൾ അതിനങ്ങനെ മനസ്സിലാക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നന്മ, അതിലപ്പുറത്ത് പുരുഷന്മാർ, അവരോടുള്ള കാരുണ്യം ഞാൻ വിശദമായി പറയുന്നില്ല. ഇങ്ങനെ ഏതു കാര്യത്തിലാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ വിമർശിക്കുന്ന രംഗങ്ങളിൽ വരെ ഇസ്ലാമിന്റെ യുക്തിയും വിശാലതയും അത് അള്ളാഹുവിന്റെ ദീനാണ്. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരെ പടച്ച റബ്ബ് കനിഞ്ഞു നൽകിയ ആദർശമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്കൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യം അറിയിച്ചു തന്നിട്ടില്ല. നമുക്ക് പ്രയാസമുണ്ടാകുന്നത് സഹിക്കാത്ത റസൂലാണ് അവിടുന്ന്. പരലോകത്ത് തന്റെ ഉമ്മത്തിന്റെ അവസ്ഥ ആലോചിച്ച് ഉമ്മത്തി ഉമ്മത്തി എന്ന് പരിതപിക്കുന്ന റസൂലിന്റെ ഗദ്ഗദം ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇന്നത്തെ ഖുതുബയിൽ കേട്ടില്ലേ നിങ്ങൾ? അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിനെ മാറ്റിമറിച്ച് പുത്തനാചാരങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ അവിടുത്തെ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് വെച്ച് നരകത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ, തടയപ്പെടുമ്പോൾ ഉസൈഹാബി ഉസൈഹാബി, എന്റെ അനുയായികൾ, എന്റെ ഉസൈഹാബി എന്ന് പറഞ്ഞ അസ്ഹാബി എന്നല്ല പറഞ്ഞു, ഉസൈഹാബി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സ്നേഹവും വൈകാരികതയും അടുപ്പവും കാത്തു സൂക്ഷിക്കുന്ന പ്രയോഗമാണ് ഉസൈഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീടാണ് പറയപ്പെടുക ദീനിൽ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കിയവരാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കുകയില്ല മുഅ്മിനീങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത്. ഹരീസുൻ അലൈക്കും, അവരുടെ നന്മകളിൽ, ഭൗതികവും പാരത്രികവുമായ നന്മകളിൽ, ഐഹികവും ഉഖ്റവിയുമായ നന്മകളിൽ അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്ന റസൂൽ ഏത് നന്മയാണ് അവിടുന്ന് അറിയിക്കാതെ പോയത്? ഏത് തിന്മയാണ് നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന, നമുക്ക് ദോഷം ചെയ്യുന്ന ഏത് വിലക്കാണ് അവിടുന്ന് വിലക്കാതെ പോയത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്നും വേണ്ട. ഇസ്ലാമിന്റെ ശുദ്ധിയുടെ പാഠങ്ങൾ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞാൽ അത് ശുദ്ധീകരിക്കുന്ന ഇസ്ലാമിന്റെ വ്യക്തമായ അധ്യാപനങ്ങൾ ഏതു മതത്തിലാണ്? ഇവിടുത്തെ ഏത് പുരോഗമനവാദികൾ ഉണ്ടാക്കിയ, പടച്ചുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങളിലാണ് ഇസ്ലാമിന്റെ ശുദ്ധിയുടെ ബാലപാഠങ്ങൾ? മുസ്ലിം ഉമ്മത്തിൽ ഓരോ കുട്ടിക്കും അറിയാവുന്ന വുളൂഇന്റെയും അതുപോലെ തന്നെ ഇസ്തിൻജാഇന്റെയും, മലമൂത്ര വിസർജനം നടത്തിയാൽ ശുദ്ധീകരിക്കുന്നതിന്റെ പാഠങ്ങളോട് കിടപിടിക്കുന്ന ഏത് അധ്യാപനമാണ് ഉള്ളത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സകല നന്മകളും നമുക്ക്, ഭൗതികവും പാരത്രികവുമായ സകല നന്മകളും നമുക്ക് അറിയിച്ചു തന്ന നമ്മുടെ വിഷയത്തിൽ ഹരീസാണ്, അങ്ങേയറ്റം താല്പര്യവാനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം ദയാലുവും കാരുണ്യവാനുമാണ് അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള റസൂൽ നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു അറബികളെ. നിങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആഗമനം തീർച്ചയാണ് സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന് തെളിവായി ശൈഖ് കൊണ്ടുവരുന്ന സൂറത്ത് തൗബയിലെ മനോഹരമായ ആയത്ത്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, വമഅന ഷഹാദത്തി അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമയുടെ ആശയം എന്ന് പറഞ്ഞാൽ ഇനി ശൈഖ് ശേഷം വിശദീകരിക്കുകയാണ്. 4 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തേത് ത്വാഅതുഹു ഫീമാ അമർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകളിലെല്ലാം അവനെ അനുസരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അല്ലാഹു നിയോഗിച്ചത് മുഹമ്മദുൻ റസൂലുള്ളാഹ്,
ഖൂലു തക്ബീർ, അല്ലാഹു അക്ബർ, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നിങ്ങനെ മുദ്രാവാക്യം മുഴക്കാനല്ല. അല്ലെങ്കിൽ മൻ നബിയുക, നബി റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയാൻ ചോദ്യോത്തരം പഠിച്ചു വെക്കാനല്ല. അല്ലാഹു പറഞ്ഞു വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. ഏതൊരു റസൂലിനെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ടോ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാനാണ് റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് നിയോഗിച്ചത് അവിടുത്തെ ജീവിതത്തെ നമ്മൾ ഒപ്പിവെക്കാനാണ്, നമ്മുടെ ജീവിതത്തിൽ ആ നബിയെ പകർന്നെടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ ഉമ്മത്തിൽ നിന്ന് വിസമ്മതിച്ചവരൊഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. നബിയോട് ചോദിച്ചു, ആരാണ് നബിയെ വിസമ്മതിച്ച കൂട്ടർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന. എന്നെ അനുസരിച്ചവർ, എന്റെ കൽപ്പനകൾ അനുസരിച്ചവർ അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. വമൻ അസാനി ഫഖദ് അബാ. എന്റെ കൽപ്പനകളെ ധിക്കരിച്ചവർ, നിരാകരിച്ചവർ അവരാണ് വിസമ്മതിച്ചവർ, അതായത് സ്വർഗത്തിൽ പ്രവേശിക്കാത്ത നരകത്തിൽ പോകുന്നവർ. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാരാണ്? ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ വിസമ്മതിച്ചവർ ഒഴികെ എന്നാണ് പറഞ്ഞത്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാരാണ്? അള്ളാന്റെ റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ. വിസമ്മതിച്ച നരകത്തിൽ പോകുന്നവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ ധിക്കരിച്ചവർ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നമാ ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലി ലിയഹ്കുമ ബൈനഹും. തങ്ങൾക്കിടയിൽ വിധി തീർപ്പാക്കാൻ അല്ലാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, വിളിക്കപ്പെട്ടാൽ മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത് മാത്രമാണ്, അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഒരു വാക്കില്ല. അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ സ്ഥിരപ്പെട്ട ഹദീസാണെന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത് മാത്രമായിരിക്കും. മുഅ്മിനാണെങ്കിൽ ഞാൻ കേട്ടു, ഞാൻ അനുസരിച്ചു, മറ്റൊരു വാക്കില്ല. അത് ഏത് വിഷയത്തിലാണെങ്കിൽ. ഇവിടെ നോക്കൂ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി തീർപ്പാക്കാൻ. ഇവിടെ ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മനസ്സിലാക്കി വച്ചിട്ടുണ്ട്, ദീനിന്റെ ഫിഖ്ഹിയായ മസലകൾ, പ്രത്യേകിച്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ സാമ്പത്തികമായ ഇടപാടുകൾ, പലിശ, കച്ചവടം പോലെയുള്ള മേഖലകൾ, ഇവിടെ മാത്രം എന്ത് ചെയ്താൽ മതി? ദീനിന്റെ അധ്യാപനങ്ങൾ സ്വീകരിച്ചാൽ മതി. ബാക്കി നമ്മളെ ജീവിതത്തിലൊന്നും, നമ്മുടെ വസ്ത്രധാരണത്തിലോ, നമ്മുടെ കുടുംബത്തിലോ, അതല്ലെങ്കിൽ നമ്മുടെ ക്രയവിക്രയങ്ങളിലോ, നമ്മുടെ ഇടപാടുകളിലോ, മുആമലത്തുകളിലോ ഒന്നും ദീനിന്റെ അധ്യാപനങ്ങൾ, സ്വത്ത് തർക്കം, അനന്തരാവകാശ നിയമം, ഇന്ന് ഏറ്റവും കൂടുതൽ ദുൽമ നടക്കുന്ന വിഷയമാണ് ഈ സ്വത്ത് തർക്കം. അതുപോലെ തന്നെ അവകാശപ്പെട്ട അനന്തരം അത് അവകാശികൾക്ക് നൽകാതെ പിടിച്ചടക്കുന്ന അവസ്ഥ. വാപ്പയമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവരെ സ്വത്തുക്കൾ വിധിച്ചെടുക്കുന്നിടത്ത് മക്കൾക്കിടയിൽ കാണിക്കുന്ന ദുൽമും അനീതിയും, അവിടെ നിന്ന് അതിന്റെ ആവശ്യമില്ല എന്നാണ്. അതല്ലെങ്കിൽ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ, എന്തെങ്കിലും തർക്കമുണ്ടായാൽ നേരെ പോകും കേസ് കൊടുക്കാൻ, നേരെ പോകും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളിലേക്ക്. എന്ത് നീതിന്യായ വ്യവസ്ഥ? അനീതി അന്യായ വ്യവസ്ഥ എന്ന് പറയേണ്ടി വരും. ദിവസം പ്രതി കേൾക്കുന്നില്ലേ ഓരോ വാർത്തകളും പുകിലുകളും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എടോ, ദീനുൽ ഇസ്ലാമിലേക്ക് മടങ്ങൂ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങൂ. അവിടെയുണ്ട് പരിഹാരം, അവിടെയുണ്ട് ഐക്യത്തിന്റെ മന്ത്രം, അവിടെയുണ്ട് പ്രായോഗികത. അതാളുകൾക്ക് വേണ്ട. തൊട്ടനും പിടിച്ചതിനൊക്കെ കേസ് കൊടുക്കുക, കോടതി കയറി ഇറങ്ങുക വർഷങ്ങളോളം, എന്നിട്ട് താഗൂത്തിന് തിന്നാൻ കൊടുക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഏത് രംഗത്തും നിന്റെ ദീനും ദുനിയാവും ബാധിക്കുന്ന ഏത് രംഗത്തും അള്ളാഹുവിന്റെ ദീനിൽ പരിഹാരമുണ്ട്. മടങ്ങണം. അള്ളാഹുലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, വിധി തീർപ്പാക്കാൻ വിളിക്കപ്പെട്ടാൽ നീ പ്രഖ്യാപിക്കണം, സമിഅനാ വഅതഅനാ, ഞാൻ കേട്ടു, ഞാൻ അനുസരിച്ചു. ഇതായിരിക്കണം മുഅ്മിനീങ്ങളുടെ വാക്ക്. ഈ വാക്ക് ഉരിയാടാനോ ചിന്തിക്കാനോ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ വരെ നമ്മുടെ തലയിൽ സ്ഥാനമില്ലെങ്കിൽ എന്ത് ഈമാനിന്റെ അർത്ഥമാണ് നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമാകുന്നത്? ഏത് മുഅ്മിനിന്റെ പദവിയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞു, വഇൻ തുതീഉഹു തഹ്തദു. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും, നിങ്ങൾ ഹിദായത്തിലാകും. വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായി പിൻപറ്റൂ, എങ്കിൽ നിങ്ങൾ നേർമാർഗം പ്രാപിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ഉടനീളം പറയാണ്. സൂറത്തുൽ നൂറിലെയും സൂറത്തുൽ അറാഫിലെ ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൽപ്പിച്ചത് എന്തൊക്കെയുണ്ടോ അതെല്ലാം പൂർണ്ണമായി നമ്മൾ പ്രവർത്തിക്കണം. നബി വലത്തെ കൈകൊണ്ട് തിന്നാൻ പറഞ്ഞു,
അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ടേബിൾ മാനേഴ്സിൽ പെട്ടതാണ് വലത്തെ കൈ കൊണ്ട് കുടിക്കണമെന്ന്. മുസ്ലിം ഉമ്മത്തിലെ മോഡേണിസ്റ്റുകൾക്ക് അത് ദഹിക്കൂല. വലത്തെ കൈ കൊണ്ട് തിന്നും, പക്ഷെ വലത്തെ കൈ കൊണ്ട് കുടിക്കാൻ സാധിക്കൂല. ഇടത്തെ കൈ കൊണ്ട് അല്ലെങ്കിൽ താങ്ങി സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് കുടിക്കുക. അതെന്താ? അത് നമ്മുടെ ടേബിൾ മാനേഴ്സിന് നിരക്കൂല. കയ്യുമുള്ളതൊക്കെ ഗ്ലാസുമേലാവില്ലേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയാണ് നമ്മൾ മുന്തിക്കേണ്ടത്. കയ്യുമുള്ളത് നക്കി തുടച്ച് വൃത്തിയാക്കി കുടിക്കണം. അതല്ലെങ്കിൽ ആളുകൾക്കിടയിൽ കുറച്ചിലാണെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ നീ ആളുകൾക്കിടയിൽ നിന്ന് കുടിക്കാതെ മാറി നിന്ന് കുടിക്കണം. എന്നാൽ പോലും നീ ഇടത്തെ കൈ കൊണ്ട് കുടിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഒരാൾ ഇടത്തെ കൈ കൊണ്ട് കുടിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലത്തെ കൈ കൊണ്ട് കുടിക്കാൻ. അത് പറ്റൂല എന്ന് പറഞ്ഞു. പിന്നീട് അയാൾക്ക് ആ കൈ കൊണ്ട് കുടിക്കാൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതെത്ര നിസാരമായി തോന്നിയാലും കാലഘട്ടത്തിനും പുരോഗമനത്തിനും എതിരാണെന്ന് നമ്മുടെ ഓട്ടബുദ്ധി കൊണ്ട് അളന്ന് നമ്മൾ തിട്ടപ്പെടുത്തിയാലും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മുന്തിക്കാൻ നമുക്ക് സാധിക്കണം. അവിടുത്തെ കൽപ്പനകൾക്ക് മുന്നിൽ കടക്കാതിരിക്കാൻ നമുക്ക് സാധിക്കണം. അവനാണ് യഥാർത്ഥ മുഅ്മിൻ. ഇതാണ് ഒന്നാമത്തെ കാര്യം. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് കലിമയുടെ ആശയത്തിന്റെ ഒന്നാമത്തെ ഘടകം അല്ലെങ്കിൽ അതിലെ ഒന്നാമത്തെ സ്തംഭം ഇതാണ്. ത്വാഅതുഹു ഫീമാ അമർ. അവിടുന്ന് കൽപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം പൂർണ്ണമായി നമ്മൾ അനുസരിക്കണം. വാപ്പാനും ഉമ്മാനെയും കുടുംബക്കാരെയും കൂട്ടക്കാരെയും ചങ്ങായിമാരെയും സമൂഹത്തെയും കാലഘട്ടത്തെയും അനുസരിക്കുന്നതിനപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വദേഹത്തെക്കാൾ അടുത്തവനാണ് എന്ന് അല്ലാഹുവിന്റെ ആയത്തിൽ നീ വിശ്വസിക്കുന്നവനാണോ? നിന്റെ നഫ്സിനേക്കാൾ നിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് വരെ നീ ഒരു യഥാർത്ഥ മുഅ്മിനാകുകയില്ല എന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ നീ ആരെക്കാളും എന്തിനേക്കാളും മുന്നിൽ വെക്കണം, സമ്പൂർണ്ണമായി അനുസരിക്കണം. ത്വാഅതുഹു ഫീമാ അമർ. മുഹമ്മദുർ റസൂലുള്ളാഹി സാർത്ഥകമാകാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം തസ്ദീഖുഹു ഫീമാ അഖ്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് എന്തൊക്കെയുണ്ടോ അതെല്ലാം പൂർണ്ണമായി സത്യപ്പെടുത്തണം. നിന്റെ യുക്തിക്ക് യോജിച്ചാലും ശരി, നിന്റെ ബുദ്ധിക്ക് കണ്ടെത്താൻ സാധിക്കാത്ത തത്വമാണെങ്കിലും ശരി, ദീനിനെയും റസൂലുള്ളാഹിയുടെ അധ്യാപനങ്ങളെയും യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അളന്ന് നീ തിട്ടപ്പെടുത്താൻ നിൽക്കരുത്. അള്ളാഹിന്റെ റസൂൽ അറിയിച്ചത് എന്തൊക്കെയുണ്ടോ ഓതന്റിക്കായി സ്ഥിരപ്പെട്ട രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നീ പൂർണ്ണമായി സത്യപ്പെടുത്തണം. സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എങ്ങനെയാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന് പേര് കിട്ടിയത്? ഒരൊറ്റ രാവ് കൊണ്ട് കിലോമീറ്ററുകളോളം ഘാതങ്ങളോളം ദൂരമുള്ള മക്കയിൽ നിന്ന് ഫിലസ്തീനിലേക്ക് ബൈത്തുൽ മഖ്ദിസിലേക്ക് സഞ്ചരിക്കുകയും അവിടുന്ന് 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് മിഅ്റാജ് ആകാശാരോഹണം നടത്തുകയും അതുപോലെ തിരിച്ച് അതേ രാവിൽ മസ്ജിദുൽ ഹറാമിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്ത വാർത്ത മക്ക മുശ്രിക്കുകൾ അവർ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് വളർന്നിട്ട് അവർക്ക് അംഗീകരിക്കാൻ വയ്യ. അന്നത്തെ കാലത്ത് ഫലസ്തീനിലേക്ക് സഞ്ചരിക്കാൻ തന്നെ മാസങ്ങളോളം സഞ്ചരിക്കണം, ഒട്ടകപ്പുറത്ത്, വാഹനമൃഗപ്പുറത്ത്. എന്നിട്ട് അവർ പരിഹസിച്ചു, കളിയാക്കി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. കണ്ടോ, നിന്റെ സ്വാഹിബ് പറയുന്നത് കണ്ട്, എന്തൊരു ഭ്രാന്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുഭവം അദ്ദേഹത്തോട് നേരിട്ട് പങ്കുവച്ചിട്ടില്ല. കൂടിക്കാഴ്ചക്ക് അവസരം ഉണ്ടായിട്ടും കൂടിയില്ല. പിറ്റേന്ന് നേരം പുലരുമ്പോഴാണ് മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. അതെ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞു. എങ്കിൽ അത് സത്യമായിരിക്കും, ഞാനിതാ സത്യപ്പെടുത്തുന്നു. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നബിയെ കാണാനായിട്ട് അവസരം വരെ ഉണ്ടായിട്ടില്ല. സത്യപ്പെടുത്തിയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യപ്പെടുത്തിയതുപോലെ അവിടുന്ന് അറിയിച്ചതെല്ലാം നമ്മൾ സത്യപ്പെടുത്തണം. തസ്ദീഖുഹു ഫീമാ അഖ്ബർ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചതായി സ്ഥിരപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് എത്ര തന്നെ നമ്മുടെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത, നമ്മുടെ യുക്തി ചോദ്യം ചെയ്യുന്ന കാര്യമാണെങ്കിലും ശരി, അത് പൂർണ്ണമായി സത്യപ്പെടുത്തണം എന്നതാണ് ഒരു മുഅ്മിന്റെ നിലവാരം. നോക്കൂ നിങ്ങൾ, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും സ്ഥിരപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന രസകരമായ കൗതുകകരമായ ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് അത്ഭുതകരമായ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ
അവൻ തനിക്കുള്ള ഒരു മാടിനെ, ഒരു പശുവിനെ മേച്ചങ്ങ് നടക്കുകയാണ്. അങ്ങനെ കുറച്ചങ്ങ് നടന്നു നീങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം അനുഭവപ്പെട്ടു. താൻ മേച്ച് നടന്ന ആ പശുവിന്റെ പുറത്ത് അദ്ദേഹം കയറി യാത്ര തുടരുകയാണ്. ഫൽതഫതത് ഇലൈഹി, ഉടനെ ആ പശു തിരിഞ്ഞ് ആ മനുഷ്യനിലേക്ക് നോക്കി, പുറത്തിരിക്കുന്ന തന്റെ യജമാനിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇന്നനാ ലം നുഖ്ലഖ് ലിഹാദാ, ഞങ്ങളെ നീ ഇപ്പൊ ചെയ്ത പണിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഞങ്ങൾ അതിനു വേണ്ടിയല്ല പടച്ചത്, ഞങ്ങളെ ഭാരം വഹിക്കാനും അതല്ലെങ്കിൽ നില മുഴുവാനൊക്കെയാണ്. ഞങ്ങളുടെ പുറത്തു കയറി ഇന്നമാ ഖുലിഖ്നാ ലിൽ ഹർഫ്, കൃഷിക്കും നില മുഴുവാനും വേണ്ടിയാണ് ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നിനക്ക് ക്ഷീണം വരുമ്പോൾ പുറത്തു കയറി യാത്ര ചെയ്യാനല്ല ഞങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാ മനുഷ്യനോട് പശു സംസാരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോ സദസ്സിലിരിക്കുന്ന സഹാബത്തിറങ്ങുന്ന ആളുകൾ ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ബഖറത്തുൻ തകല്ലം തതകല്ലം, ബഖറത്തുൻ തകല്ലം, പശു സംസാരിക്കേ, മിണ്ടാപ്രാണിയായ പശു സംസാരിക്കേ? അവർ അത്ഭുതത്തോടെ ചോദിച്ചു. ബുദ്ധിയാണ്. നമ്മളോടാണ് ഈ കഥ പറയുന്നത്, നമ്മൾ അംഗീകരിക്കോ? നമ്മൾ ബുദ്ധി യോജിക്കോ? ഇല്ല. സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹ് മുസ്ലിമിൽ വന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞു, എങ്കിൽ ഫഅന ഉഅ്മിനു ബിദാലിക വ അബൂബക്കർ വ ഉമർ, നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അള്ളാഹു വഹയിലൂടെ എനിക്ക് അറിയിച്ചു തന്നതാണിത്. ഞാനും അബൂബക്കറും ഉമറും വിശ്വസിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു സരസിലില്ല. അറിയോ നിങ്ങൾക്ക്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സരസിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ അബൂബക്കർ സുമ്മ ഉമർ, അവരത് വിശ്വസിച്ചിരിക്കും. നേരത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന പേര് ലഭിച്ചതിന്റെ കാരണം നമ്മൾ പറഞ്ഞു. ഇങ്ങനെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട ഒരു മൊഴിമുത്ത്, അതൊരു ഹർഫാണെങ്കിലും ശരി, നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണോ, നമ്മുടെ യുക്തിക്ക് യോജിക്കാത്തതാണോ എന്ന് ചോദ്യം ചെയ്യാതെ സമ്പൂർണമായി സത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതാണ് തസ്ദീഖുഹു ഫീമാ അഖ്ബർ. മറ്റൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനോട് സമാനമായ മറ്റൊരു സംഭവം. ഒരാട്ടിടയൻ, ധാരാളം ആടുകൾ മേക്കുന്ന ഒരാട്ടിടയൻ, ഒരിക്കൽ അദ്ദേഹത്തിന്റെ ആട്ടിൻപറ്റത്തിന്റെ കൂട്ടത്തിലേക്ക് ഒരു ചെന്നായ വന്നു, ഒരാടിനെ പിടിച്ചു. ഉടനടി ആട്ടിടയൻ ആ ചെന്നായിൽ നിന്ന് ആടിനെ രക്ഷപ്പെടുത്തി. അപ്പൊ തന്നെ ആ ചെന്നായ തിരിഞ്ഞു ചോദിച്ചു ആട്ടിടയനോട്, ഫമൻ യഹ്മീഹാ മിന്നി യൗമ സുബ്ഇ യൗമ ലാ റാഇ ലഹാ ഗൈരി, ഒരാട്ടിടയനും പരിരക്ഷിക്കാനില്ലാത്ത ഞാൻ മാത്രം കാവൽ നിൽക്കുന്ന ഒരു ദിവസം ഈ ആടിനെ, നിന്റെ ആടിനെ പിടിച്ചാൽ ആരാ പിന്നെ അതിനെ രക്ഷിക്കാൻ പോണത്? ഒരാട്ടിടയനെ സംരക്ഷിക്കാനുള്ള ദിവസം വന്ന് ഞാൻ വേട്ടയാടിക്കഴിഞ്ഞാൽ നിന്റെ ആടിനെ ആര് രക്ഷിക്കാനാണ് എന്ന് ചെന്നായ അല്പം രോഷത്തോടെ ചോദിച്ചു, തന്റെ ഇരയെ തടഞ്ഞു വെച്ച രോഷത്തോടെ. ഇത് കേട്ടപ്പോഴും സഹാബത്തടങ്ങുന്ന സദസ്സിൽ നിന്ന് ചോദ്യം വന്നു, സുബ്ഹാനല്ലാഹ്, ദിബ്ബുൻ യതകല്ലം, അത്ഭുതം തന്നെ, ചെന്നായ സംസാരിക്കുകയോ? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഉഅ്മിനു ബിഹാദാ വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും വിശ്വസിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന, യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അളന്നിട്ട് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഗൈബിയായ കാര്യങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ അനിഷേധ്യമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതിന് പകരം, സമ്പൂർണമായി അംഗീകരിക്കുന്നതിന് പകരം, ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നതിന് പകരം ദുർന്യായങ്ങളും യുക്തിപാഠങ്ങളും ബുദ്ധിചിന്തകളും കൊണ്ട് അതിനെ അളക്കാൻ നിൽക്കുമെന്ന ഉറപ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ ചോദ്യം ചെയ്യാതെ അള്ളാഹു പറഞ്ഞു, വഹീൽ സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖീദ അതാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് നമ്മൾ സത്യപ്പെടുത്തണം. തസ്ദീഖുഹു ഫീമാ അഖ്ബർ. മൂന്നാമത്തെ കാര്യം, വജ്തിനാബു മാ നഹാ അൻഹു വസജർ, അല്ലെങ്കിൽ വജ്തിനാബു എങ്ങനെയാണ് കിതാബുള്ളത്? വജ്തിനാബു മാ അൻഹു നഹാ വസജർ, അങ്ങനെ മാ നഹാ അൻഹു വസജർ, നേരെ തിരിച്ചും ചില പ്രിന്റുകളിൽ കാണാം. വജ്തിനാബു മാ നഹാ അൻഹു വസജർ, അവിടുന്ന് വിലക്കിയ, അവിടുന്ന് വിരോധിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ വെടിയുക. അതെത്ര മേന്മയുള്ള നന്മയുള്ള കാര്യമായി സമൂഹം കൊണ്ടാടിയാലും ശരി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണോ വിരോധിച്ചതാണോ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയുക. സഹോദരങ്ങളെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്ന വസ്ത്രധാരണത്തിൽ, നമ്മുടെ ചേലിൽ, കോലത്തിൽ, നമ്മുടെ തലമുടിയിൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ മുടി വെട്ടാറുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മുടി വെട്ടണം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയോ? എടോ, നീ പാന്റ് ധരിക്കുമ്പോൾ നിന്റെ പാന്റ് എവിടം വരെ താഴണം, ഏതാണ് അതിന്റെ പരിധി? നിന്റെ പാൻസ് അത് താഴാൻ പറ്റുന്ന പരമാവധി മാക്സിമം അതിന്റെ ബൗണ്ടറി എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ദീൻ, അതാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി. നീ എങ്ങനെ ഭക്ഷണം കഴിക്കണം, നിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എടോ, നീ വസ്ത്രം ധരിക്കുമ്പോൾ നീ ഏത് കൈ ആദ്യം ഇടണം, നീ ഏത് കാലാദ്യം ഊരണം, നിന്റെ ചെരുപ്പ് നിന്റെ കാലിൽ സ്പർശിക്കുമ്പോൾ നീ ഏത് കാലം മുന്തിക്കണം, എന്തു നീ പറയണം, എങ്ങനെ നീ ഉറങ്ങണം, എങ്ങനെ നീ കിടക്കണം, കമിഴ്ന്ന് കിടന്നുകൂടാ, എങ്ങനെ നിന്റെ ഉപ്പാനോട് ഉമ്മാനോട് നീ സംസാരിക്കണം, നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന വാക്ക് പോലും നീ അവരോട് പറയരുത്. വജ്തിനാബു മാ നഹാ അൻഹു വസജർ, ഇങ്ങനെ അവിടുന്ന് എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ, അവിടുന്ന് എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ, അതെത്ര നിസ്സാരമാണെന്ന് തോന്നിയാലും നമ്മൾ ഒഴിവാക്കണം, നമ്മളത് ഒഴിവാക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആത്മാർത്ഥമായി നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മം അതാണ്, നമ്മുടെ കടമയതാണ്. ഒരു യഥാർത്ഥ മുസ്ലിമാകുന്നത് നമ്മൾ അപ്പോഴാണ്. വഅല്ലാ യുഅ്ബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. നാലാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ, അതിനാണ് അല്ലാഹു നമ്മെ പടച്ചത്. സഹോദരങ്ങളെ, കുട്ടികളെ, വിദ്യാർത്ഥികളെ, നമ്മളെ അല്ലാഹു പടച്ചത്, നമ്മളെ അല്ലാഹു സൃഷ്ടിച്ചത് ഇവിടെ ദുനിയാവിൽ സുഖിച്ച് മതിച്ച് രസിച്ച് ഉല്ലസിച്ച് കളിച്ച് ആനന്ദത്തിൽ ആറാടി തിമിർത്ത് കുറെ അധ്വാനിച്ച് കുറെ സമ്പത്തുണ്ടാക്കി വലിയ ധവള കൊട്ടാരങ്ങൾ പണിത് കൊട്ടാര സമാനമായ വീടുകൾ ഉണ്ടാക്കി ആളുകൾക്ക് മുമ്പിൽ പെരുമയും പൊങ്ങച്ചവും നടിക്കാൻ മാത്രമുള്ള ജോലിയും അതുപോലെ തന്നെ വലിയ ലക്ഷങ്ങളും കോടികളും മുടക്കി നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകളും മേനി നടിച്ചു പറയാനും വേണ്ടിയിട്ടല്ല അള്ളാഹു നമ്മെ പടച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അവന് മാത്രം ഇബാദത്ത് ചെയ്ത് അവന്റെ അടിമയായി ജീവിച്ചു മരിച്ച് തൗഹീദ് കൊണ്ട് ജീവിതം സാക്ഷാത്കരിക്കാനാണ് നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായ ലക്ഷ്യം. നീ എന്തു പഠിച്ചോ, നീ എന്ത് നേടിയോ, നീ എന്ത് സ്ഥാനം കൈയാളിയോ, നീ എത്ര സമ്പാദിച്ചോ, പക്ഷെ നിന്നെ പടച്ച നിന്റെ റബ്ബ് നിന്നെ പടച്ച ലക്ഷ്യം നീ മറന്നാൽ, അവന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്ന നിന്റെ ലക്ഷ്യം നീ മറന്നാൽ, നിന്റെ ജീവിതത്തിൽ നീ എന്ത് നേടിയിട്ട് എന്തു കാര്യം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? ഒരു മുസ്ലിമിന്, ഒരു മുസ്ലിമായ കുട്ടിക്ക്, മുഅ്മിനായ വിദ്യാർത്ഥിക്ക്, ചെറുപ്പക്കാർക്ക് കൃത്യമായ ഉത്തരം വേണം. ജീവിച്ചു മരിക്കുന്നതിനിടയിൽ അള്ളാഹ്ക്ക് വേണ്ടി അവന്റെ റസൂലിനെ പിൻപറ്റി ഏറ്റവും മനോഹരമായ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവൻ ആരാണ് എന്ന് പരീക്ഷിച്ച് തിട്ടപ്പെടുത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതവും മരണവും നമുക്ക് നിശ്ചയിച്ചത്. ഈ ലക്ഷ്യം നാം മറന്നുകൂടാ. അതെങ്ങനെ നമ്മൾ നിർവഹിക്കണം? ഇല്ലാ ബിമാ ശറഅ, അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് കാണിച്ചു തന്നതുപോലെ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് തോന്നിയതുപോലെയല്ല. നമുക്കിഷ്ടമുള്ള നന്മകളൊക്കെ ചെയ്യാം, നമുക്ക് തോന്നിയ പുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം. അവിടെ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്നിട്ടില്ല. മറിച്ച് അള്ളാഹ്ക്ക് നമ്മൾ ഇബാദത്ത് ചെയ്ത് നന്മയായി പുണ്യമായി സൽക്കർമ്മമായി പ്രവർത്തിക്കേണ്ടത് ഇല്ലാ ബിമാ ശറഅ, അവിടുന്ന് കാണിച്ചു തന്ന പോലെയാണ്. അവിടുന്ന് പഠിപ്പിച്ചതാണ് നന്മ, അത് മാത്രമാണ്. അതിനപ്പുറത്ത് ഒരനക്ക് നമ്മൾ അനങ്ങാൻ പാടില്ല. അവിടുന്ന് വിലക്കിയതാണ് തിന്മ, അതിനപ്പുറത്ത് ഒരനക്ക് നമ്മൾ അനങ്ങാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതനുസരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. എതിരായ കാര്യങ്ങളാണ് ബിദ്അത്തുകളും പുത്തൻ കാര്യങ്ങളും അനാചാരങ്ങളും എന്ന് മനസ്സിലാക്കുക. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ അതിലടങ്ങിയിട്ടുള്ള, അതിന്റെ ആശയത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ത്വാഅതുഹു ഫീമാ അമർ, അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ നമ്മൾ അനുസരിക്കണം. അവിടുന്ന് അറിയിച്ചത് എന്തൊക്കെയുണ്ടോ സത്യപ്പെടുത്തണം.
അവിടുന്ന് വിലക്കിയ വെടിയാൻ കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഒഴിവാക്കണം, അകറ്റി നിർത്തണം. അവിടുന്ന് നിയമമാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഇബാദത്ത് ചെയ്യണം. ഈ 4 കാര്യങ്ങൾ. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്താണെന്ന് ശൈഖ് വിശദീകരിച്ചു. ഇനി ഇസ്ലാം കാര്യങ്ങളിൽ അടുത്ത കാര്യം എന്താണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ടും വിശദീകരിച്ചു, അതിന്റെ തെളിവ് വിശദീകരിച്ചു, അതിന്റെ ആശയം വിശദീകരിച്ചു, അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി. അടുത്ത കാര്യം എന്താണ്? അസ്സലാ, നിസ്കാരമാണ്. എന്താണ് നിസ്കാരത്തിനുള്ള തെളിവ്? വദലീലു സ്വലാ. പിന്നെന്താണ്? അസ്സക്കാ. നിസ്കാരം കഴിഞ്ഞ പിന്നെന്താണ്? സക്കാ. വദലീലു സ്വലാത്തി വസ്സക്കാത്തി. കിതാബുള്ളവർ നോക്കുക. വദലീലു സ്വലാ, നിസ്കാരത്തിനുള്ള തെളിവ്. വസ്സക്കാത്ത്, സക്കാത്തിനുമുള്ള തെളിവ്. അതുപോലെ തന്നെ തഫ്സീറു തൗഹീദ്, നേരത്തെ വിശദീകരിച്ച തൗഹീദിന്റെ വിശദീകരണത്തിനുള്ള മറ്റൊരു തെളിവ് കൂടി. അപ്പൊ ഇനി പറയാൻ പോകുന്ന ആയത്തിൽ 3 കാര്യങ്ങൾക്ക് തെളിവുണ്ട്. നിസ്കാരത്തിനുള്ള തെളിവുണ്ട്, സക്കാത്തിനുള്ള തെളിവുണ്ട്, മുമ്പ് ശൈഖ് വിശദമായി വിശദീകരിച്ച തൗഹീദിന്റെ വ്യാഖ്യാനത്തിനും വിശദീകരണത്തിനുമുള്ള തെളിവുണ്ട്. ഏതാണ് ആയത്ത്? സൂറത്തുൽ ബയ്യിനയിലെ ആയത്ത്. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ അല്ലാഹുവിന് മാത്രം കാഴ്ചവെക്കുന്ന തൗഹീദുള്ള ഇഖ്ലാസുള്ളവരായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല. അവിടെ എന്തുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണമുണ്ട്, തഫ്സീറുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. മുഖ്ലിസീന ലഹുദ്ദീൻ, അവന് മാത്രം ഇഖ്ലാസോടെ കൂടി കാഴ്ചവെക്കുന്ന, വേറെ ആർക്കതിൽ പങ്കുപാടില്ല. ഹുനഫ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി അരക്കട്ടോ. ഹുനഫ എന്ന് പറഞ്ഞാൽ ഹനീഫ്. ഹുനഫ എന്ന് പറഞ്ഞാൽ ശിർക്കിനോട് യാതൊരു സോഫ്റ്റ് കോർണർ നിലപാടുമില്ലാതെ സമ്പൂർണമായും തൗഹീദിലേക്ക് സമർപ്പിതനായവൻ, തൗഹീദിലേക്ക് പൂർണ്ണമായും ചാഞ്ഞ് ശിർക്കിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നവൻ. അതാണ് ഹുനഫ എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം. ഹനീഫ് എന്നതിന്റെ ജമ്മാണ്. ഇബ്രാഹിം നബിയുടെ പേരാണ് അബുൽ ഹുനഫ. ഇബ്രാഹിം നബി അള്ളാഹു വിശേഷിപ്പിച്ചതാണ് ഹനീഫൻ. അല്ലെന്താണ് ഹുനഫ? അപ്പൊ ശിർക്കിനോട് യാതൊരു ബന്ധമില്ലാതെ പൂർണ്ണമായും തൗഹീദിലായി അള്ളാഹുവിന് മാത്രം ഇബാദത്ത് സമർപ്പിക്കാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശദീകരണം. തഫ്സീറു തൗഹീദ് അവിടെയുണ്ട്. വയുഖീമുസ് സ്വലാ, നിസ്കാരം നിലനിർത്താനുമാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത്. നിസ്കാരത്തിനുള്ള തെളിവായി അവിടെ. വയുഅ്തു സക്കാ, സക്കാത്ത് നിർവഹിക്കാനുമാണ് അവരോട് കൽപ്പിക്കപ്പെട്ടുള്ളത്. സക്കാത്തിനുള്ള തെളിവുണ്ട് അവിടെ. വദാലിക ദീനുൽ ഖയ്യിമ, ഇതാണ് നേരായ അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച ശരിയായ ദീൻ. അപ്പോ ഇവിടെ നിസ്കാരത്തിനും സക്കാത്തിനും തൗഹീദിന്റെ വിശദീകരണത്തിനുമുള്ള 3 കാര്യത്തിനുമുള്ള തെളിവ് ഒരൊറ്റ ആയത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബയ്യിനയിലായത്ത്. അടുത്തതായി ഷെയ്ഖ് പറയുന്നു വദലീലു സിയാമി. ഇനി എന്താണ് ഇസ്ലാം കാര്യങ്ങൾ ബാക്കിയുള്ളത്? നോമ്പാണ്. നോമ്പിനുള്ള തെളിവ് ഖൗലുഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഏത് സൂറത്തിലായത്തത്? സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്താണ്. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മുൻപുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ച് അവൻ ഹറാമാക്കിയത് ഒഴിവാക്കിയവൻ നിർബന്ധമാക്കിയത് പ്രവർത്തിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി. അതിനാണ് നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയത്. അപ്പൊ നോമ്പിനുള്ള തെളിവ് ഈ ആയത്തിലുണ്ട്. നോമ്പിനുള്ള തെളിവ് ശൈഖോടെ വിശദീകരിച്ചു. ഇനി ബാക്കി എന്താണ് ഇസ്ലാം കാര്യങ്ങളിലുള്ളത്? ഹജ്ജാണ്. വദലീലുൽ ഹജ്ജി, ഹജ്ജിനുള്ള തെളിവ് അല്ലാഹു സൂറത്തു ആല ഇംറാനിലെ 97-ാമത്തെ ആയത്തിൽ പറഞ്ഞു വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവർ അള്ളാഹുവിന്റെ ഗേഹമായ കഅബയിൽ പോയി മസ്ജിദുൽ ഹറാമിൽ പോയി ഹജ്ജ് ചെയ്യണമെന്നത് അള്ളാഹു അവർക്കുമേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. വമൻ കഫറ, ആരതിനെ നിഷേധിക്കുന്നുവോ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന്റെ ആവശ്യമില്ല, ലോകരിൽ നിന്ന് അവൻ ധന്യനാണ്. ഹജ്ജും നോമ്പും സക്കാത്തും അതുപോലെ തന്നെ നിസ്കാരവും അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. ഇനി ഒരാൾ ചെയ്തില്ല എന്ന് വെച്ചിട്ട് അള്ളാഹുവിന് വല്ല നഷ്ടമുണ്ടാവും? നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണം. അള്ളാഹുവിന്റെ പ്രതിഫലവും സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. ആരെങ്കിലും നിഷേധിച്ചാൽ അള്ളാഹുവിനൊന്നും കുറയുന്നില്ല. അവൻ സർവൈശ്വര്യ സമ്പൂർണനാണ്, ധന്യനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിയമമാക്കിയ ആയത്ത് തെളിവായി ശൈഖ് ഇവിടെ കൊണ്ടുവന്നു. സൂറത്തു ആല ഇംറാനിലെ ആയത്ത്. ഇതാണ് ഇസ്ലാമിനെ വിശദീകരിക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ മർത്തബയായി. അല്ല, ഇസ്ലാമിന് 3 മർത്തബകളുണ്ട്. അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ. ഇസ്ലാം അതിന് 6 റുക്കുനുകൾ, 5 റുക്കുനുകളുണ്ട്, 5 സ്തംഭങ്ങളുണ്ട് ഇസ്ലാം കാര്യങ്ങൾ എന്ന പേരിൽ. അതിനെ ശൈഖ് വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഇനി ഇസ്ലാമിന്റെ 2ാമത്തെ പദവി എന്താണ്? ഈ അടിസ്ഥാനം നമുക്ക് ഇന്ന് പൂർത്തീകരിക്കണം ഇൻഷാ അല്ലാഹ്.
രണ്ടാമത്തെ പദവി അൽ മർത്തബത്തു സാനി അൽ ഈമാൻ, ഈമാനാണ്. എന്നിട്ട് അദ്ദേഹം ഈമാനിനെ വിശദീകരിക്കുകയാണ്. ഈമാൻ വഹുവ ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ 70-ൽ പരം ശാഖകളായി വിഭജിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫഅലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈമാനിന്റെ ഏറ്റവും ഉന്നതമായ ശാഖ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പഠിച്ചു മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പ്രഖ്യാപിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഈമാനിന്റെ ഉന്നതമായ ശാഖ. വഅദ്നാഹ, ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ശാഖ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കലാണ്. നോക്കൂ നിങ്ങൾ, ഈമാനിന്റെ ഏറ്റവും ചെറിയ ശാഖ, അതിനേക്കാൾ താഴ്ന്ന ശാഖയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വഴിയിൽ നിന്നൊരു മാർഗതടസ്സം, ഒരു കല്ലോ മുട്ടിയോ മരമോ മുള്ളോ ചപ്പോ ചവറോ ജനങ്ങൾ നടന്നു നീങ്ങുന്ന വഴിയിൽ കണ്ടാൽ അത് മാറ്റിയിടുക എന്നുള്ളത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ശാഖയാണ്. ഇത് പഠിപ്പിച്ച മറ്റേത് ദീനാണുള്ളത് സഹോദരങ്ങളെ? ഈ ഈമാനിന്റെ താഴ്ന്ന ശാഖ പോലും പാലിക്കാതെയാണ് റോഡ് മുഴുവൻ മുടക്കി, വഴി ബ്ലോക്കാക്കി മാലോകർ മുസ്ലിം ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു മാസം ഇറങ്ങുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. അപ്പൊ ഈമാനിന്റെ ആദ്യത്തെ ഉന്നതമായ ശാഖ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും താഴ്ന്ന ശാഖ വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ എന്നത് ഈമാനിൽപ്പെട്ട ഒരു ശാഖയാണ്. മനുഷ്യന്മാർ തിന്മയിൽ തോന്നിവാസങ്ങളിൽ മുഴുകുന്നത് ഈ ഒരു മഹത്തായ ഈമാനിന്റെ ശാഖയില്ലാത്തതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ എന്ത് തോന്നിവാസവും നീ പ്രവർത്തിച്ചേക്കും. ഇന്ന് മുസ്ലിം ഉമ്മത്ത്, അതിലെ ചെറുപ്പക്കാർ, കുട്ടികൾ, അവരകപ്പെട്ടിട്ടുള്ള ദീനിയായ അവസ്ഥ എന്താണ്? ദീനിനെ കുറിച്ച് എന്താണ് അവർക്കറിയാം? നിസ്കാരത്തെക്കുറിച്ച് അറിയുമോ? ഇസ്ലാമിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് അറിയും? എല്ലാ തോന്നിവാസങ്ങളിലും എല്ലാ വൃത്തികേടുകളിലും മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങളാണ്, ചെറുപ്പക്കാരാണ് സ്ഥാനം പിടിക്കുന്നത്. ലജ്ജ, മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളുടെ ലജ്ജ എവിടെ പോയി? മുമ്പ് റോട്ടിൽ കൂടെ നമ്മൾ ഇറങ്ങി നടക്കുകയാണെങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികൾ, വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അവർ നമുക്കെതിരെ വഴിയിൽ വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് മാറും. അതല്ലെങ്കിൽ വേറെ നിർവാഹത്തിൽ ഒതുങ്ങി അവർ ലജ്ജയോടെ പോകും. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മാറിപ്പോയിക്കോളി, നമ്മൾ നിങ്ങളെ നെഞ്ചത്ത് കയറി നരങ്ങേ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആഗമനവും പോക്കൊക്കെ. ആണും പെണ്ണും അവരുടെ വസ്ത്രം കൊണ്ട് തന്നെ, കോലം കൊണ്ട്, ചേല് കൊണ്ട്, രൂപം കൊണ്ട് തന്നെ വേർതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി മുസ്ലിം ഉമ്മത്തിലെ കുട്ടികൾ. ആരാണ് ഇതിന് ഉത്തരവാദി? അവരെ വീട്ടിൽ നീ പറഞ്ഞേക്കുന്ന ആരാണ്? ഉടുക്കാനും ഉണ്ണാനും വേണ്ടത് മുഴുവൻ ആവശ്യത്തിനപ്പുറത്ത് ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? സമാധാനം പറയേണ്ടി വരും മുസ്ലിം ഉമ്മത്തിലെ രക്ഷിതാക്കൾ. മക്കൾ നമ്മുടെ കൊരക്ക് പിടിച്ച് ചോദ്യം ചോദിക്കുന്ന അവസ്ഥയുണ്ടാകും ഖിയാമത്ത് നാളിൽ. എന്തുകൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചില്ല, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അറിയിച്ചു തന്നില്ല എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്താണ് കാരണം? പർദ്ദയും മാന്യമായ വസ്ത്രധാരണവും നടത്തിയിട്ട് ഉമ്മ 40 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഉമ്മ ആണിനെ പോലെ നപുംസകമായി വേഷം കെട്ടിയ പെൺകുട്ടികളെ കൂടെ നടത്തുന്നുണ്ടാവും. ടീഷർട്ടും ജീൻസും ലിപ്സ്റ്റിക്കും പൊട്ടിയൊക്കെ ഇട്ടിട്ട്. തൊട്ടടുത്ത് സ്വന്തം ഉമ്മ പർദ്ദയിട്ട് നടക്കുന്നുണ്ടാവും. ഉളുപ്പ് വേണ്ടേ? തന്റെ വീട്ടിലെ സ്ത്രീകളെ, സഹോദരിമാരെ, പെണ്ണുങ്ങളെ, ഭാര്യമാരെ അന്യരുടെ കാമക്കണ്ണുകൾക്ക് നയനസുഖത്തിന് വേണ്ടി ആസ്വദിക്കാൻ ഇങ്ങനെ അണിച്ചൊരുക്കി അത്രം പൂശിയിട്ട് വിടുന്ന, വീട്ടിൽ ഇവരെ പറഞ്ഞയക്കുന്ന, ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ആണുങ്ങൾക്ക് ഉളുപ്പ് വേണ്ടേ? ഉളുപ്പ് എന്ന് പറയുന്ന സാധനം, ഹയാ എന്ന് പറയുന്ന ലജ്ജ എന്ന വികാരമില്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ ബൽഹും അവൽ, അള്ളാഹു പറഞ്ഞില്ലേ, ഉലൈക കൽ അൻആം, കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്ത, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത, ഖൽബ് കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു, ജിന്നുണ്ടോ ഉസ്താദേ ആയത്തിൽ? ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും നരകത്തിന് വേണ്ടി, നരകത്തിന് വിറകായി തീരാൻ അള്ളാഹു പടച്ചു വെച്ച കുറെ കൂട്ടരുണ്ട്. കണ്ണുകൊണ്ട് കാണേണ്ടത് കാണില്ല, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കില്ല, ഖൽബ് കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കില്ല. ദീനിനെ കുറിച്ചൊരു ചിന്തയോ കാഴ്ചയോ കേൾവിയോ ഇല്ല. നരകത്തിന് വേണ്ടി അള്ളാഹു പടച്ചു വെച്ചവർ. അള്ളാഹു പറയാണ്, ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികൾക്ക് സമാനമാണ്, മൃഗതുല്യരാണ്. അള്ളാഹു ഇവിടെ നിർത്തിയില്ല, ബൽഹും അവൽ,
അവരെക്കാൾ അതപ്പതിച്ചവരാണ്. ആ അവസ്ഥയിലേക്ക് ലജ്ജയില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു? മൃഗങ്ങളെക്കാൾ അതപ്പതിക്കുന്ന, മൃഗങ്ങൾക്കിടയിൽ പോലും കേൾക്കാത്ത ലൈംഗിക വൈകൃതങ്ങളാണ് ഇന്ന് ആദർശമായി പുരോഗമനമായി മുസ്ലിം ഉമ്മത്തിലെ മക്കള് സമൂഹ മധ്യത്തിൽ പറയുന്നത്. എക്സ് മുസ്ലിംസായി അവര് ദീനില്ല കൂടാരങ്ങളിലേക്ക് ചേക്കേറുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ലജ്ജ അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ശാഖകളിൽ പെട്ടതാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. അതെത്ര മഹത്തായ പാഠമാണ്! ഈ ലജ്ജ എന്ന വികാരമാണ് ആധുനിക തലമുറയിലെ മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്ക് മാത്രമല്ല, കാരണന്മാർക്ക് വരെ ഓതി കൊടുക്കണം, കാതിൽ കുറുകി കൊടുക്കണം. ലജ്ജയുണ്ടാകണേ, ലജ്ജയുണ്ടാകണേ, ഈമാനിന്റെ ഭാഗമാണേ, മുറുകെ പിടിക്കണേ. അത്രമേൽ അൽ ഹയാ, ലജ്ജ എന്ന വികാരം, ഈമാനിന്റെ ശാഖ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് അന്യം നിൽക്കുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.